നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ മാസം സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അന്ന് അപേക്ഷ സമർപ്പിച്ചിട്ടും പണം ലഭിക്കാത്ത ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടായിരുന്നു സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനവുമായി വന്നിട്ടുണ്ടായിരുന്നത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ. അതുപ്രകാരം ഏകദേശം ഇപ്പോൾ 17 ലക്ഷത്തിലധികം ആളുകളാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാം ഗഡു എന്ന നിലയ്ക്ക് ഫസ്റ്റ് ലഭിച്ചത് 10 ലക്ഷത്തിലധികം ആളുകൾക്കാണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 20 തീയതി വരെയുള്ള അപേക്ഷകളെല്ലാം ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ട്. അതിനുശേഷം കൊടുത്ത അപേക്ഷകൾക്ക് മാത്രമായിരിക്കും ഇനി അടുത്ത മാസം പെൻഷൻ ലഭിക്കുക. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ട്. നമ്മൾ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് സ്മാർട്ട് വഴി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും സബ്മിറ്റഡ് എന്ന് കാണിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ താഴെ ഒരു ലിങ്ക് കൊടുക്കാം. ലിങ്ക് ആവശ്യമുള്ള ലിങ്ക് എന്ന് പറയുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ അപേക്ഷ നമ്പർ, അതല്ലെങ്കിൽ ആധാർ നമ്പർ, അതല്ലെങ്കിൽ പെൻഷൻ ID, ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമ്മൾ കൊടുത്ത അക്കൗണ്ട് നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നെല്ലാം കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. ലിങ്ക് ആവശ്യമുള്ള ആളുകൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ അതിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ മാസം 20 തീയതി വരെയുള്ള എല്ലാ ആളുകൾക്കും ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ട്. ഇനിയും അപ്രൂവൽ ആവാത്ത ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെടുക. ഇത് ജനുവരി അതുപോലെ തന്നെ ഡിസംബർ മാസങ്ങളിൽ കൊടുത്ത ആളുകളാണ് ഇപ്പോൾ പഞ്ചായത്തുമായി ബന്ധപ്പെടേണ്ടത്. അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്രൂവൽ ആവാത്ത ആളുകൾ മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് അറിയിക്കും. അവർ കാര്യം പഞ്ചായത്തുമായി ബന്ധപ്പെടണം. അതുപോലെ തന്നെ മറ്റു ചില ആളുകളുണ്ടായിരുന്നു, അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അക്കൗണ്ട് നമ്പർ മാറിക്കൊടുത്തു, അക്കൗണ്ട് നമ്പർ കൊടുക്കേണ്ട സ്ഥലത്ത് മറ്റു കാര്യങ്ങൾ കൊടുത്തു, അതല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ഫ്രീസ് അക്കൗണ്ട് നമ്പർ കൊടുത്തു. അങ്ങനെ പല ആളുകൾക്കും പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇത് റെഡിയാക്കാനുള്ള സഹായം നൽകുന്നുണ്ട്. പബ്ലിക്കായി അങ്ങനെ നമ്മൾ കൊടുത്ത അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ കൂടി അവർ ചെയ്തു തരുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബർ അവസാനത്തിൽ തന്നെ അപ്രൂവലായ ആളുകൾക്ക് ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ ലഭിച്ചിരുന്നു. അങ്ങനെ ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ ലഭിക്കാത്ത ആളുകളാണ് ഇങ്ങനെ പഞ്ചായത്തുമായി ബന്ധപ്പെടേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോഴും ഈ ഒരു പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് കഴിഞ്ഞതിന് ശേഷമാണ് സർക്കാർ ഇതിൻ്റെ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയത്. നമുക്കറിയാം, ചുവപ്പ്, മഞ്ഞ റേഷൻ കാർഡുകളുള്ള ആളുകൾക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അന്ന് ഇതുമൂലം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അർഹതയുണ്ടായിട്ടും വെള്ള, നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ടായിരുന്നു. ഇങ്ങനെ അപേക്ഷ കൊടുത്ത ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുന്ന ആളുകൾക്കും ഈ ഒരു പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന രേഖ, റേഷൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി എന്നിവയുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ വെരിഫിക്കേഷൻ അവർ കോൾ ചെയ്യുക മറ്റോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും പിന്നീട് പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ച പെൻഷൻ അപ്രൂവലായ ആളുകൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. 1000 രൂപയായിരിക്കും അവർക്ക് ലഭിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ പെൻഷൻ ലഭിച്ച ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസ്